പുതിയ തലമുറ ഇത് ഉൾക്കൊള്ളണം, രാമന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളണം. രാമനീ വണ്ണം എഴുന്നള്ളും നേരത്തു ക്ഷിപ്രമയോധ്യക്കെഴുന്നള്ളുവാനിക. രാമായണം, രാമൻ്റെ അയനം. കർക്കിടകം 31 ഇന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരപ്പങ്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. അത് കാണാൻ പറ്റും. കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് രാമായണം വായിക്കാനുള്ളൊരു പാരായണം ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടാറുണ്ട്. രാമായണം ചൊല്ലുന്നിടത്ത് എന്താ പറയുക, ഭഗവാന്റെ, ശ്രീരാമ ഭഗവാന്റെ അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെയൊക്കെ സാന്നിധ്യം വരുമെന്നാണ് ഒരു വിശ്വാസം. എന്തായാലും ഒരുപാട് പുണ്യം, ഒരുപാട് ഭാഗ്യം. ഈ തവണ എനിക്ക് മുടങ്ങാതെ രാമായണം പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ഭാഗ്യമുണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ കൂടെ വായിക്കുന്ന ആ ഒരു അമ്മമാരെയും ഗുരുക്കന്മാരെയും ഒന്ന് പരിചയപ്പെടാം. നമസ്തേ. പുതിയ തലമുറ ഇത് ഉൾക്കൊള്ളണം, രാമന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളണം. ഒരു നല്ല രാമരാജ്യം ഉണ്ടാവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓക്കെ. പുതിയ തലമുറ ആണെങ്കിൽ പോലും ഇതിലേക്ക് നമ്മുടെ പാരായണം ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രന്ഥങ്ങളായിരുന്നാലും ഒക്കെ തന്നെ, ഗീതയായിരുന്നാലും രാമായണമൊക്കെ ആയിരുന്നാലും തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വായിക്കാനും ഒക്കെ എല്ലാവർക്കും കഴിയട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സന്തോഷം. വീണ്ടും അടുത്ത വർഷവും നമുക്ക് ഇതുപോലെ ഇരുന്ന് കാണാനുള്ളൊരു അനുഗ്രഹം ഭഗവാൻ ഉണ്ടാക്കട്ടെ. രാമനീ വണ്ണം എഴുന്നള്ളും നേരത്തു രാമമാരും ചെന്നു ഹർമ്മ്യ നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നത് മന്ദം മഹീതലം തന്നി ഭീഷണൻ ക്ഷിപ്രമയോധ്യക്കെഴുന്നള്ളുവാനിക. ഹരേ രാമ രാമ രാമ